ഇതും ഈ കളർ നിനക്ക് ഉണ്ടല്ലോ ആൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇത് കൊള്ളാം, ഇതും കൊള്ളാം, എല്ലാം കൊള്ളാം. എനിക്കാ 38 അങ്ങനെ എനിക്കൊരെണ്ണം എടുത്തു കേട്ടോ. ഓ ശരി, നീരുവിൻ്റെ സെലക്ഷൻ തന്നെ. നിനക്ക് ചെരുപ്പ് എടുക്കാമോ? നിനക്ക് എത്ര ചെരുപ്പുണ്ട് നീരു? ചെരുപ്പ് വീട്ടിൽ വയ്ക്കാൻ സ്ഥലമില്ല. ഇതിനെന്ത് കളറെന്നാണ് പറയുന്നത്? ലാവണ്ടർ. ഇതിൻ്റെ ഒരു ലൈറ്റ് കളർ ചേരും. ഇതാണ്ട് ഈ കളർ, ഇതെടുക്കണം. ഇങ്ങനെ സ്വന്തം പൈസയിൽ നിന്ന് കാശിറങ്ങുമ്പോഴുള്ള വിഷമം നീ മനസ്സിലാക്കണം. ഇത് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്ന സ്ഥലമാണ് ഇവിടെ വന്ന. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവുകയായിരുന്നു. അവ പെട്ടെന്ന് നീരുവിൻ്റെ കണ്ണൂർ തട്ടിപ്പ് കയറി കൈ കയറ്റാൻ പെട്ടെന്ന് നീരുവാ എനിക്കൊരു ഫോട്ടോ എടുത്തോളാം, നീ ഒരു ഫോട്ടോഗ്രാഫർ അല്ലേ, ഫോട്ടോ എടുത്ത് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ഞാൻ എൻ്റെ ഫോട്ടോ എടുത്ത് തരാം. നീരൊരു ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ നേരെ തിയേറ്ററിലേക്ക് പോയി. അങ്ങനെ പിന്നെയും നമ്മളൊരു ഫോട്ടോ എടുത്തു. അതിനുശേഷം നമ്മൾ നേരെ തിയേറ്ററിൽ കയറി നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നീര് സിനിമ കാണാനാണോ അതോ നീര് കഴിക്കാൻ വന്നതാണോ എനിക്ക് ഡൗട്ടൊന്നും. കാര്യം മമ്മൂക്ക വന്നു, കുഞ്ചാക്കവും വന്നു, ഫഹദ് ഫാസിൽ വന്നു, ലാലേട്ടം വരെ വന്നു. പക്ഷെ നീരുവിൻ്റെ കഴുപ്പ് വന്നോളം തീർന്നില്ല. ഞാൻ നോക്കുമ്പോൾ നീര് കഴിച്ചോണ്ടിരിക്കുകയാണ്. നീര് കഴിക്കാനായിട്ട് സിനിമ കാണാൻ വന്നേന്നൊരു തോന്നുന്നുണ്ട്. ഈ സിനിമയുടെ കഥ എന്താണെന്ന് നീരുവിനോട് ചോദിച്ചപ്പോൾ നീരുവിന് അതുപോലും അറിയത്തില്ല. കാരണം നീര് പോപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം വരെ. എന്തായാലും പടം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും പടം പോയി കാണോട്ടെ. മറ്റുള്ള റിവ്യൂസ് കണ്ട നിങ്ങൾ പടം കാണാതിരിക്കും. കാര്യം നമ്മൾ ലാലേട്ടൻ മമ്മൂട്ടിയും 18 വർഷത്തിന് ശേഷം വരുന്ന സിനിമയാണല്ലോ. അത് വെറുതെ ഈ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊണ്ട് കളയാതെ നിങ്ങൾ അത് വന്ന് കാണാൻ ശ്രമിക്കുക. ഞാനൊരു വലിയ സംഭവം അല്ലേ. വേറെ ആരും ഇല്ലെങ്കിൽ